എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ മാധു? ഇതിൽ ഞാൻ ആ പറഞ്ഞ് അവസാനിപ്പിച്ചോ? മാധു ഇടപെട്ടത് കൊണ്ടായിരിക്കും ചിലപ്പോൾ മാധു കേൾക്കാതെ പോയത്. നജീബ് കാന്തപുരവും AN രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തിൽ സംഘടനാപരമായിട്ട് അവർ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള പണം തിരിച്ചു കൊടുക്കുന്നു. പക്ഷേ ഈ തിരിച്ചു കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് കൂടി കേരള പോലീസ് പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അത് നിങ്ങൾ തിരക്ക് കൂട്ടിയാറുണ്ട്. ഞാൻ പറഞ്ഞ വാചകം കേൾക്കാതെ പോയത് അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാവും. ഒന്ന് പുറകോട്ട് പരിശോധിച്ചാൽ ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. അപ്പൊ ഞാനത് പറഞ്ഞല്ലോ. അപ്പൊ നജീബ് കാന്തപുരം കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് പോലീസ് പരിശോധിച്ചോട്ടെ. AN രാധാകൃഷ്ണൻ കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സും പരിശോധിക്കണം. അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ലാലി വിൻസെന്റ് ലീഗൽ അഡ്വൈസർ അല്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ പേരിൽ, സൊസൈറ്റിയുടെ പേരിൽ വന്നിരിക്കുന്ന കേസിൽ ലാലി വിൻസെന്റിനെ എങ്ങനെയാണ് പ്രതി ചേർത്തത്? ആ തിടുക്കം AN രാധാകൃഷ്ണനെ പ്രതി ചേർക്കാൻ കാണിച്ചില്ല. ഇവിടെ അനന്തകുമാർ എന്ന് പറഞ്ഞ മറ്റേ സായി ഗ്രാമിന്റെ ഈ കൂട്ടു തട്ടിപ്പുകാരന് രക്ഷപ്പെടാനുള്ള അവസരം കൊടുത്തില്ലേ പോലീസ്? എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. ഇത്രയും ദിവസം അയാളുടെ വീട്ടിലുണ്ടായിരുന്നു, ഇന്ന് അയാൾ വീട്ടിലില്ല. അപ്പൊ അയാൾക്ക് ഒളിവിൽ പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തും കേരള പോലീസാണ്. അത് ശരി. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സതീഷിനോട്. KM എബ്രഹാം ഈ പോലീസിലെ DIGയുമായിട്ട് ഇടപെടാനും സംസാരിക്കാനുള്ള അവസരം കൊടുത്തില്ല എന്ന് സതീഷിനോട് പറഞ്ഞിട്ടുണ്ടോ? സതീഷിനോട് പറഞ്ഞിട്ടുണ്ടോ? ഏത് അന്വേഷണമാണ് കേരള പോലീസ് അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്? അതിലൊരു സംശയക്കാര്യത്തിൽ വേണ്ട. നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ ആ സ്വഭാവം ഇടപെടല്ലേ? അല്ല സതീഷ് ഇടപെടല്ലേ? ഇടപെടല്ലേ സതീഷ്? സ്വഭാവം കാണിക്കില്ലേ? നമ്മളിവിടെ തുണിയിലാണ്ടിക്കണ ഇടപെടൽ കാണിക്കില്ല. ഞാൻ പറയട്ടെ, ഇടപെടല്ലേ? താങ്കൾ ഈ പറഞ്ഞത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ട് സാമാന്യ മര്യാദ ഇടപെടല്ലേ? തനി സ്വഭാവം കാണിക്കില്ലേ? തനി സ്വഭാവം കാണിക്കില്ലേ? അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനാട് ഒപ്പും. ഇത് ക്യാമ്പസിലെ SFI മിനിറ്റ് മതി. എനിക്കൊരു മിനിറ്റ് ഇതാ. എനിക്കൊരു മിനിറ്റ് ഇതാ. കേരളമൊട്ടാകെ ഇളകും തന്റെ വയർ, അല്ലാതെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. അല്ലല്ല, നിങ്ങളുടെ സ്വഭാവം മോശമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. താങ്കൾ കുറെ നേരം പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നില്ല. എന്റെ പാർട്ടി എന്റെ നേതാക്കന്മാരെ ആക്ഷേപിച്ചപ്പോൾ ഞാൻ കേട്ടിരുന്നില്ലേ? തിരിച്ചു പറഞ്ഞുകൊണ്ട് കേൾക്കാനുള്ള മര്യാദ കാണിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ മാധു, ഞാൻ KM എബ്രഹാമിനെ കുറിച്ചുള്ള ഒരു ആക്ഷേപമുണ്ട്. പോലീസ് ക്രോസ് ചെക്ക് ചെയ്തോ? അങ്ങനെ ഒരു വിവരം നമ്മുടെ മുമ്പിലുണ്ടോ? നമ്മുടെ മുമ്പിലില്ലാത്ത, പൊതുസമൂഹത്തിന്റെ മുമ്പിലില്ലാത്ത ഒരു പ്രത്യേക വിവരം സതീഷ് പറയുന്നുണ്ടെങ്കിൽ ഈ KM എബ്രഹാം CPM സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഒന്നല്ലോ. അവന്റെ മോദം കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ. അത്ര വിഷമിക്കില്ലേ? KM എബ്രഹാമിനെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? മനുഷ്യനായ നാണം വേണേ. ഒരു കാര്യം ഞങ്ങളുടെ നേതാക്കന്മാരെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നില്ലേ? തിരിച്ചെന്റെ മറുപടി കേൾക്കണം. കുമാര, ഞാൻ ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം മറുപടി പറയട്ടെ. നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് നീ. കഴിഞ്ഞോ സതീഷേ? കഴിഞ്ഞോ? ഈ പണം പറ്റിയവരെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞല്ലോ. CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CPMന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് പണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് പരിശോധിച്ചോ? എന്നിട്ട് താമം ചെയ്തു. ഞാൻ താങ്കളുടെ ഉറപ്പൊന്നും വേണ്ട. ഇവിടെ നജീബ് കാന്തപുരം കാര്യമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു. ഞാൻ പറയട്ടെ, ഞാനും തന്നെ ഇവിടെ വന്നിരിക്കുന്നത് പറയാനാ. തന്റെ കേൾക്കാൻ വേണ്ടി മാത്രമല്ല. പോട്ടെ സാറേ, കേട്ടാ വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു. ഞാനും പറയട്ടെ, താൻ ഇത്ര നേരം മര്യാദ കാണിക്കുന്നത് കൈ വെച്ചിരുന്നാ മതി. ഈ കേപ്പിയുടെ തനി കൊണ്ടു നിനക്ക് അറിഞ്ഞൂടാ കേട്ടോ. രണ്ട് KPCC സെക്രട്ടറിമാർ ഇത് വല്ല ഇടങ്ങേറായല്ലോ. നജീബ് കാന്തപുരത്തെ അഭ്യാസം വേണ്ട സതീഷ്. ആ അഭ്യാസം വേണ്ട. എനിക്ക് പറയാനുള്ള മറുപടി കേരളത്തിലെ പൊതുസമൂഹം കേൾക്കണം. സതീഷിന്റെ അഭ്യാസം വേണ്ട. അതൊന്നും ഇതിൽ പ്രശസ്തമല്ല. നജീബ് കാന്തപുരം ഉൾപ്പെടെയുള്ള ആളുകൾ
അല്ല, അത് താങ്കളുടെ അവസരത്തിൽ പറയണം. താങ്കളുടെ അവസരത്തിൽ മറുപടി പറയൂ. താങ്കളുടെ അവസരത്തിൽ പറയണം. അത് നിന്റെ പാരമ്പര്യം. എനിക്കത് വലിയ ശീലമില്ല. ശരിയാ, നിനക്ക് മുങ്ങുന്ന ശീലമില്ല, മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ. എന്റെ അവസരത്തിൽ ഞാൻ പറയും. താങ്കൾ പറഞ്ഞ കളവ് ഞാൻ കേട്ടിരുന്നില്ലേ? എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. നിജേഷ് അരവിന്ദ് KPCCയുടെ ജനറൽ സെക്രട്ടറി ആണ് ഈ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. തെളിയിക്കണം. ഇപ്പോ നിജേഷ് അരവിന്ദ് KPCCയുടെ ജനറൽ സെക്രട്ടറി അല്ല. താങ്കൾ പറഞ്ഞിട്ടുണ്ട്. കള്ളം പറഞ്ഞിട്ട് മാറ്റി പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇല്ല. പോയിട്ട് രണ്ടെണ്ണം കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. കള്ളം പറഞ്ഞിട്ട് മാറ്റി പറയുന്നു. മാധു പറയട്ടെ. അല്ലെങ്കിൽ എന്തോ ജനറൽ സെക്രട്ടറി ആണോന്ന് എനിക്കറിയില്ല. KPCC സെക്രട്ടറി ആയിരിക്കും. ചിലപ്പോ ഒരു ജനറൽ കുറവുണ്ടാവും. താങ്കൾ പറഞ്ഞു തിരുത്തണം. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. തിരുത്തണം. അല്ലല്ല, അങ്ങനെ അദ്ദേഹം ആരാണ്? UDFന്റെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ അറിയുന്നത്. അദ്ദേഹം KPCCയുടെ ജനറൽ സെക്രട്ടറിയോ മറ്റോ ഒന്നാണ്. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയി. കോൺഗ്രസ് അല്ലേ അദ്ദേഹം? ആലപ്പുഴയിലെ CPMന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഇവരൊക്കെ വിശ്വസിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു. മന്ത്രിമാർ R ബിന്ദു, അതുപോലെ ശിവൻകുട്ടി, അതുപോലെ രാജനെ പോലുള്ള മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി കണ്ടിട്ട് വിശ്വസിച്ച അപ്പൊ ഇവരൊന്നും വിശ്വസിക്കാൻ VD സതീശൻ അത് പറയേ. അതെ പറയാത്തത് VD സതീശൻ, ഈ മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ എന്താ പറയാത്തത്? പറയാ പേരൊക്കെ പറയേ. ഇതിന് മരുന്നില്ല. ഉദ്ഘാടനങ്ങൾ തട്ടിപ്പുകാരുടെ പരിപാടിയായിരിക്കും. അതുകൊണ്ട് ഒരു UDF MLAയും ഒരു പഞ്ചായത്ത് മെമ്പറും മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടി വിശ്വസിക്കരുത്. അതാണ് സതീഷ് പറഞ്ഞു വരുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്നും തന്നെയല്ലേ. നിങ്ങളെ തകർക്കാൻ, നാട്ടിലെ തട്ടിപ്പുകാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ CPMനെ തകർക്കാൻ, ഗവൺമെന്റിനെ തകർക്കാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ കോൺഗ്രസിനെ തകർക്കാൻ എന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്ക് കോൺഗ്രസിന് പേടിയില്ലല്ലോ. നിങ്ങൾക്ക് എന്താ പേടി? തട്ടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പേടി? പാവപ്പെട്ട മനുഷ്യരെ തട്ടിപ്പ് നടത്തിയ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ തകർക്കാൻ, ഗവൺമെന്റിനെ തകർക്കാൻ ഇന്റലിജൻസ് എവിടെയായിരുന്നു സതീഷേ? ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് എവിടെയായിരുന്നു സതീഷേ? ഉറങ്ങുകയായിരുന്നു. അത് RSSനെ അടിമവേല ചെയ്യാൻ വേണ്ടിട്ട് ADGPയെ വിട്ടപ്പോ ഓർക്കണമായിരുന്നു. വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കയിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.